എല്ലാവർക്കും നമസ്കാരം. അപ്പോ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനെ കുറിച്ച് തന്നെ തുടങ്ങാം. ഒരു പുതിയ ഫോട്ടോ വന്നിട്ടുണ്ട്, ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തയ്യാറെടുക്കുകയാണ് പുതിയൊരു സിനിമയ്ക്കായി. ആ ഒരു ലുക്കും ആ ഒരു പ്രായവും ഒരു തരത്തിലും മാച്ച് ആവുന്നില്ലെന്ന് യഥാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ മെയ്വഴക്കം, ഒരു സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ എഫർട്ട്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ നമുക്കൊന്ന് കാണാം. വലിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ജോജു ജോർജ് സംവിധാനം ചെയ്യുന്ന ചിത്രം ആഗസ്റ്റ് 1 തിയേറ്ററുകളിൽ നിറഞ്ഞ് ഒഴുകാൻ പോവുകയാണ്. അപ്പൊ ജനങ്ങൾ നിറയെ കയറി പണിക്ക് ഒരു മറുപണി കൊടുക്കട്ടെ എന്ന് തന്നെ പറയാം. അതായത് പണി എന്നാണ് സിനിമയുടെ പേര്. സിനിമ കണ്ട് എല്ലാവർക്കും സന്തോഷമായി മാറട്ടെ. അങ്ങനെ സിനിമാ തിയേറ്ററിൽ പോകുന്നത് ഒരു പണിയായി മാറാൻ പണിക്ക് സാധിക്കട്ടെ എന്ന് പറയുന്നു. ഇനി കൽക്കിയെ കുറിച്ചാണ്. ചിത്രം ഇപ്പോൾ തന്നെ 500 കോടിയോളം കളക്ഷൻ നേടി. പക്ഷെ മലയാളികൾ സ്വീകരിച്ചു. എത്രത്തോളം രൂപ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തു? ഈ ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകും. ആദ്യ ദിവസം 2.86 കോടിയും, രണ്ടാം ദിവസം 2.73 കോടിയും, മൂന്നാം ദിവസം 3.11 കോടിയും, നാലാം ദിവസം 4.05 കോടിയുമാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത്. ചിത്രമാകെ 12.75 കോടി നേടിക്കഴിഞ്ഞു. അപ്പൊ നിസാരമല്ല. സിനിമ കേരളത്തിലും ഒരുപാട് പണം സമ്പാദിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് നമ്മുടെ ലോകേഷ് കനകരാജിനെ കുറിച്ചാണ്. തമിഴ് സിനിമയിൽ നല്ല സിനിമകൾ എടുത്ത് മറ്റ് ഭാഷകളിൽ കൂടി തമിഴ് സിനിമയെ ഉയർത്തി കാണിക്കാൻ സാധിച്ച വ്യക്തിയാണ് ലോകേഷ് കനകരാജ്. പുള്ളിക്കാരന്റെ അവസാനത്തെ സിനിമയാണ് കൂലി. അതായത് ഇപ്പോൾ വരാൻ പോകുന്ന അവസാനത്തെ സിനിമ, അല്ലാതെ അദ്ദേഹത്തിന്റെ അവസാന സിനിമ എന്നല്ല. അപ്പോ ഈ ഒരു സിനിമയിൽ ഷൂട്ടിംഗ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഹൈദരാബാദിലേക്ക് ലോകേഷിന്റെ ഡയറക്ഷണൽ ടീം, അദ്ദേഹം ഡയറക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സംഘത്തെ കൂട്ടാറുണ്ട്. അദ്ദേഹത്തിന് ഒരു സംഘമുണ്ട്. ആ സംഘം വരുന്നത് ഹൈദരാബാദിലേക്കാണ്. അപ്പൊ അവിടെയാണ് ഷൂട്ടിംഗ് ഇനി ആരംഭിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. RDX സിനിമയുടെ ലാഭവീതം കൃത്യമായി നൽകിയില്ല എന്ന് പറഞ്ഞ് പരാതി വന്നിരിക്കുകയാണ്. RDX നിർമ്മാതാക്കൾക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതി. വാഗ്ദാനം ചെയ്ത ലാഭവീതം നൽകിയില്ലെന്നാണ് പറയുന്നത്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം വലിയൊരു പരാതിയുമായിട്ട് സാമ്പത്തിക തട്ടിപ്പിനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വിഷയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. 69 വിജയുടെ അടുത്ത സിനിമ എന്താണ് എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അപ്പോൾ 69 ഫീച്ചറിംഗ് തളപതി വിജയ് സാമന്തയോടൊപ്പമാണ്. ഡയറക്ഷൻ വിനോദാണ്. മ്യൂസിക് നമ്മുടെ അനിരുദ്ധ് തന്നെയാണ്. അപ്പൊ നല്ല മ്യൂസിക് ആയിരിക്കും. പ്രൊഡ്യൂസ് ചെയ്യുന്നത് KVN പ്രൊഡക്ഷൻ ആണ്. വലിയ പ്രതീക്ഷയാണ് വിജയുടെ ഈ സിനിമയ്ക്കുള്ളത്. പിന്നെ കലണ്ടർ സോങ്, ഇന്ത്യൻ സിനിമയിലെ കലണ്ടർ സോങ് ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. അപ്പോ കേട്ടവരുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. ദേവദൂതൻ, മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമ, തിയേറ്ററുകളിൽ പണ്ട് പരാജയപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സിനിമ ഇപ്പോൾ വീണ്ടും വരാൻ പോവുകയാണ്. റീമാസ്റ്റർ ചെയ്ത് 4K അനുഭവത്തോടു കൂടി. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പ്രേക്ഷകർക്ക് കുട്ടിക്കാലത്ത് തിയേറ്ററിൽ കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ടാൽ തന്നെ അതിന്റെ ആ ഒരു സത്ത് മനസ്സിലാക്കാനുള്ള പ്രായമായിരുന്നുണ്ടാവില്ല. അപ്പൊ അത് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലേക്ക് പലരും എത്തിയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് വീണ്ടും കാണാനായിട്ട് നഷ്ടപ്പെട്ടു പോയ ആ ഭാഗ്യം തിരിച്ചു കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക.